ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ട് +1 CS എടുക്കണം അഥവാ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യണം, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മക്കളെ, നിങ്ങളെല്ലാവർക്കും അറിയാം ഈ ഒരു യുഗം എന്ന് പറഞ്ഞാൽ AI യുഗമാണ് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ജനറേഷനാണ് ഈ ഒരു യുഗം എന്ന് പറയുന്നത്. മക്കളെ, ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇനി AI-യേക്കാളും ഇനി അഡ്വാൻസ് ഉള്ള ഫീച്ചേഴ്സ് മാത്രമേ ഇനി വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ബേസിക് ആയിട്ട് വേണ്ടത് അഥവാ നമ്മുടെ ഈ പറഞ്ഞ AI മാത്രമല്ല ടെക്നോളജീസ് അഥവാ അഡ്വാൻസ് ടെക്നോളജീസ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, മറ്റുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്. അവിടെ എല്ലാം എന്ത് വരുന്നുണ്ട്, അഡ്വാൻസ് ടെക്നോളജീസ് വരുന്നുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ അവിടെ അഡ്വാൻസ് ടെക്നോളജീസ് വരുമ്പോൾ അഥവാ AI ആയിക്കോട്ടെ, മെഷീൻ ലേണിംഗ് ആയിക്കോട്ടെ, മറ്റുള്ള കമ്പ്യൂട്ടർ വിഷൻ ആയിക്കോട്ടെ, മറ്റ് ടെക്നോളജീസ് ഏതും ആയിക്കോട്ടെ, അവിടെ എല്ലാം ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് നോളജ് ആണ്. അപ്പോൾ നിങ്ങൾ +1 CS പഠിക്കുന്നത് പക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അഥവാ +1 CS ആയിക്കോട്ടെ, +2 CS ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. C++ പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്താണ്? C++ പഠിച്ചുകൊണ്ട് പല സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, പല ആപ്പ് ഡെവലപ്മെൻറ്റും ആണെങ്കിൽ നമുക്ക് സഹായകരമായിട്ടുള്ളൊരു ഫീച്ചറായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ C++ എന്ന് പറഞ്ഞാൽ. അപ്പോൾ C++ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇനി പൈത്തൺ പഠിക്കാൻ പറ്റുമോ, ജാവ പഠിക്കാൻ പറ്റുമോ, മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഇതുകൊണ്ട് പഠിക്കാൻ സാധിക്കുമോ എന്നാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ വരുന്നത് അല്ലേ. അപ്പോൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ C++ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ C++ നിങ്ങൾ +1 CS പഠിക്കുകയാണെങ്കിൽ ബെറ്റർലി എന്താണ്, നിങ്ങൾക്ക് മറ്റുള്ള പൈത്തണും ജാവയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ +1 ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് പഠിക്കുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ +2 വരുമ്പോഴാണെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ C++ന്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ HTML, ജാവാസ്ക്രിപ്റ്റ്, SQL ഈ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് അഥവാ ബേസിക് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. +1 CS പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ എന്താ മക്കളെ? നമുക്കാണെങ്കിൽ നാളെ എല്ലാം നമ്മൾ BTech-നായിക്കോട്ടെ, BCA ആയിക്കോട്ടെ, BSc CS ആയിക്കോട്ടെ, ഏത് കോഴ്സ് എടുത്താലും അതിൻ്റെ ബേസിക് നോളജ് എന്ത് വേണം? നമുക്ക് ഈ പറഞ്ഞ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. അപ്പോൾ അതിന് ബേസിക് പ്രോഗ്രാമിംഗ് നോളജിൻ്റെ ഐഡിയാസ് തരുന്ന ഒരു സെക്ഷൻ കൂടിയാണ് +1 CS എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ? +1 CS എടുക്കുന്നവർ എന്ത് ചെയ്യുക? മാക്സിമം എന്ത് ചെയ്യുക? ഈ പറഞ്ഞ CS ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുക്കുക. മറ്റുള്ളവർ എന്തിനാ ബയോസയൻസോ മറ്റുള്ള കൊമേഴ്സോ മറ്റുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം +1 CS ആണെങ്കിൽ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം തന്നെ എന്ത് ചെയ്യുക? അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം see you soon.